ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അതാ അഷ്ടപഞ്ചാശത്തമോധ്യായ. ഇന്ന് 58-ാമത്തെ അധ്യായത്തിൽ 39 മുതൽ 58 വരെയുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. കൃഷ്ണൻ നഗ്നജിത്തിന്റെ മകളായ സത്യയെ വിവാഹം ചെയ്യുന്ന രീതിയാണ് ഇതിൽ വിവരിക്കുന്നത്. ഭഗവാൻ 7 ശരീരം സ്വീകരിച്ച് 7 കാളകളെയും ഒരേ സമയത്ത് മൂക്ക് കയറിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നു. സന്തോഷിച്ച രാജാവ് സത്യയെ കൃഷ്ണന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. ധാരാളം സ്ത്രീധനവും കൊടുത്തു. അവർ ദ്വാരകയിലേക്ക് തിരിക്കുമ്പോൾ മാർഗമധ്യത്തിൽ വച്ച് മത്സരത്തിൽ തോറ്റ രാജാക്കന്മാർ അസൂയയും കോപവും കൊണ്ട് ഇവരെ തടുക്കുന്നു. അർജുനൻ അവരെ എല്ലാം വിരട്ടി ഓടിക്കുന്നു. അങ്ങനെ കൃഷ്ണൻ ദ്വാരകയിലെത്തി സത്യവുമായി സുഖമായിട്ട് ജീവിച്ചു. അത് കഴിഞ്ഞ് 7-ാമതായി പിതാവിന്റെ സഹോദരിയായ ശുഭകീർത്തിയുടെ പുത്രിയായ ഭദ്രയെ സഹോദരന്മാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കുന്നു. 8-ാമത്തെ വിവാഹം മാദ്ര രാജാവിന്റെ പുത്രിയായ ലക്ഷ്മണയുമായിട്ടാണ്. സ്വയംവര മണ്ഡപത്തിൽ നിന്ന് ലക്ഷ്മണയെ അപഹരിച്ചുകൊണ്ട് രാക്ഷസീയ രീതിയിൽ ഭഗവാൻ വിവാഹം കഴിക്കുന്നു. പിന്നെ നരകാസുരൻ ബലാത്കാരേണ കാരാഗൃഹത്തിൽ അടച്ചിരുന്ന 16,000 സ്ത്രീകളെ മോചിപ്പിക്കുന്നു. അവരെയും ഭാര്യമാരായി സ്വീകരിക്കുന്നു. ഇത്രയാണ് ഇന്നത്തെ ഭാഗം നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നോക്കാം. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 39. ശ്രീശുവാച തമാഹ ഭഗവാൻ ഹൃഷ്ട കൃതാസന പരിഗ്രഹ മേഘഗംഭീരയാ വാച സസ്മിതം കുരു നന്ദനാം. തമാഹ ഭഗവാൻ ഹൃഷ്ടക കൃതാസന പരിഗ്രഹ. കൃത ആസന പരിഗ്രഹ, സ്വീകരിക്കപ്പെട്ട സിംഹാസനത്തോടുകൂടിയ ഭഗവാൻ കൃഷ്ണൻ. അതായത് ഇത് സത്യയെ വിവാഹം ചെയ്യുന്നതാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ അവിടെ എത്തിയത് കണ്ടപ്പോൾ നഗ്നജിത്ത് ഭഗവാനെ സ്വീകരിച്ച് സിംഹാസനത്തിലേക്ക് ഇരുത്തി സന്തോഷിച്ചവനായിട്ട് കുരുനന്ദന ഹേ കൗരവ മേഘഗംഭീരയ, മേഘഗർജനം പോലെ ഗംഭീരമായിരിക്കുന്ന വാച വാക്കുകൾ കൊണ്ട് സസ്മിതം പുഞ്ചിരിയോടുകൂടി തം അവനോട് ആഹ പറഞ്ഞു. അപ്പൊ കൃഷ്ണനെ സ്വീകരിച്ചിരുത്തപ്പോ കൃഷ്ണന് സന്തോഷമായി. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് അയാളോട് പറയുകയാണ്, നഗ്നജിത്തിനോട് പറയുകയാണ്. ശ്രീശുവാച തമാക ഭഗവാൻ ഹൃഷ്ട കൃതാസന പരിഗ്രഹ മേഘഗംഭീരയാ വാച സസ്മിതം കുരുനന്ദന. ശ്രീ ഭഗവാൻ വാച. ശ്ലോകം 40. നരേന്ദ്രയാജ്ഞ കവിഭിർവിഗർഗിത രാജന്യബന്ധോർ നിജധർമ്മവർത്തിന തഥാപി യാജേ തവ സൗഹൃദേച്ഛയാ കന്യാം ത്വദീയാം നഹി ശുൽക്കതാ വയം. അപ്പോ ഭഗവാൻ പറയാണ്, നരേന്ദ്ര അല്ലേ രാജാവേ, യാജ്ഞ കവിഭിർ വിഗർഗിത രാജന്യ ബന്ധോഹോ നിജധർമ്മവർത്തിനക തന്റെ ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന രാജന്യ ബന്ധോഹോ ക്ഷത്രിയന് യാചനം കവികളാൽ വിഗർഹിത നിന്ദിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതായത് സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷത്രിയൻ യാചിക്കുന്നത് നല്ലതല്ല. എങ്കിലും അങ്ങയുടെ ബന്ധുത്വത്തിൽ താല്പര്യം ഉള്ളവനായി ഞാൻ യാചിക്കുകയാണ്. എന്താണ്? തഥാപി എങ്കിലും തവ അങ്ങയുടെ സൗഹൃദേച്ഛയ
അങ്ങയുടെ സുഹൃത്ത് ബന്ധത്തിൽ ഉള്ള ആഗ്രഹം കൊണ്ട് ത്വദീയാം അങ്ങയുടെ കന്യാം പുത്രിയെ ഞാൻ യാചിക്കുന്നു. വയം ഞങ്ങൾ നഹി ശുൽക്കത കന്യകയ്ക്ക് ധനം നൽകാൻ പ്രാപ്തരല്ല. അപ്പോൾ കന്യകയ്ക്ക് ധനം നൽകാൻ ഒന്നും ഞങ്ങളിലില്ല. പിന്നെ അങ്ങയുടെ ബന്ധുത്വം ഇച്ഛിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്, കന്യകയെ യാചിക്കാൻ വന്നിരിക്കുകയാണെന്ന് ഭഗവാൻ പറയുകയാണ്. നരേന്ദ്രയാജ്ഞ കവിഭിർവിഗർഹിത രാജന്യ ബന്ധുർ നിജധർമ്മവ്യർത്തിന തഥാപി യാജേ തവ സൗഹൃദേശയ കന്യാം തുദീയാം നഹി ശുൽക്കതാ വയം. ശ്ലോകം 41. രാജോവാച കോന്യസ്തേ അഭ്യധികോ നാഥ കന്യാവരൈഹേപ്സിതഃ ഗുണൈകധാമ്നോ യസ്യാംഗേ ക്ഷീർവസത്യ അനപായിനി കഹ അന്യഃ സ്തേ അഭ്യധികഃ നാഥ കന്യാവര ഇഹ ഈപ്സിതഃ ഗുണ ഏകധാമ്നഃ യസ്യ അംഗേ ശ്രീഹി വസതി അനപായിനി. നാഥ, ഹേ രക്ഷിതാവേ, രാജാവ് പറയാണ്, ഹേ നാഥ, ഇവിടെ ഈപ്സിതം ആഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന കന്യാവരഹ കന്യാ ഭർത്താവ് തേ അങ്ങയേക്കാൾ അഭ്യധിക യോഗ്യൻ അന്യഹ ക മറ്റാരാകുന്നു. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളവരിൽ അങ്ങയേക്കാൾ യോഗ്യനായിട്ടുള്ള ഭർത്താവ് ആരാണ്? ഗുണൈകധാംന ഗുണങ്ങളുടെ ഏകസ്ഥാനമായിരിക്കുന്ന യസ്യ യാതൊരുത്തന്റെ അംഗേ ശരീരത്തിൽ ശ്രീ ഹി ലക്ഷ്മി അനപഗായിനി വിട്ടുപിരിയാത്തവളായിട്ട് വസിക്കുന്നു. അങ്ങയുടെ മാറിടത്തിലാണ് ലക്ഷ്മി വിട്ടുപിരിയാതെ വസിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങയിൽ കൂടുതൽ യോഗ്യനായിട്ടുള്ളവൻ ഇവിടെ ആരാണുള്ളത് എന്ന് രാജാവ് ചോദിക്കുകയാണ്. കോന്യസ്തേ അഭ്യധികോ നാഥ കന്യാവരൈഹേപ്സിത ഗുണൈകധാമ്നോ യസ്യാംഗേ ക്ഷീർവസത്യ അനപായിനി. ശ്ലോകം 42. കിന്തു അസ്മാഭിः കൃതഃ പൂർവം സമയസാത്വദർഷഭ പുംസാം വീര്യപരീക്ഷാർത്ഥം കന്യാവര പരീപ്സയാം. കിന്തു അസ്മാഭിः കൃതഃ പൂർവം സമയഃ സാത്വദർഷഭ. കിന്തു എന്നാൽ സാത്വദർഷഭ ഭക്താഭിഷ്ടപ്രദ ഭക്തന്മാരുടെ ഇഷ്ടങ്ങൾ സാധിക്കുന്ന ഭഗവാനെ കന്യാവര പരീപ്സയ കന്യാവരനെ പ്രാപിക്കാനുള്ള ഇച്ഛയാൽ പുംസാം പുരുഷന്മാരുടെ വീര്യപരീക്ഷാർത്ഥം വീര്യത്തെ പരീക്ഷിക്കാൻ ആയിക്കൊണ്ട് അസ്മാഭി ഞങ്ങളാൽ സമയഃ ശപഥം പൂർവം ആദ്യമേ കൃത ചെയ്യപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ഈ കന്യകയെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഒരു മത്സരം വച്ചിട്ടുണ്ട്, ഒരു ശപഥം ചെയ്തിട്ടുണ്ട്. ആ ശപഥം പരിപാലിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ ഭഗവാനെ. കിന്തു അസ്മാഭികൃത പൂർവം സമയസാത്വദർഷഭ പുംസാം വീര്യ പരീക്ഷാർത്ഥം കന്യാവര പരീപ്സയാം. ശ്ലോകം 43. സപ്തൈതേ ഗോവൃഷാ വീര ദുർദാന്താ ദുരവഗ്രഹാഃ ഏതൈർഭഗ്നാ സുബഹവോ ഭിന്നഗാത്രാ നൃപാത്മജാഃ. സപ്ത ഏതേ ഗോവൃഷാ വീര, ഹേ വീര, ഏതേ സപ്ത ഗോവൃഷ, ഈ 7 മതിച്ച കാളകൾ, അതായത് മത്സരം ഇതാണ്, 7 മതിച്ച കാളകളുണ്ട്. ദുരവഗ്രഹാഃ പിടിച്ചടക്കാൻ കഴിയാത്തവയാണവ. ദുർദാന്താഹ അടക്കമില്ലാത്തവയാണ്. അപ്പോൾ ഈ 7 കാളകൾ ഇതാ നിൽക്കുന്നു. ഇവയെ പിടിച്ച് ബന്ധിക്കുന്നവർക്കാണ് കന്യകയെ കൊടുക്കുന്നത്. പക്ഷെ അവ എങ്ങനെയുള്ളവയാണ്? അവ പിടിച്ചടക്കാൻ കഴിയാത്തതും അടക്കമില്ലാത്തതുമാകുന്നു. സുബഹവഹ എത്രയോ അധികം നിർവാത്മജ രാജപുത്രന്മാർ ഏതൈഹി ഇവയാൽ ഭിന്നഗാത്ര മുറിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവരായി ഭഗ്ന കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കുറെ പേര് ഈ കാളകളുടെ കുത്തുകൊണ്ട് മരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഈ കാളയെ പിടിച്ചടക്കുന്നവർക്ക് മാത്രമേ കന്യകയെ കൊടുക്കുമെന്ന് ഞാൻ നേരത്തെ ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു.
സപ്തൈതേ ഗോവൃഷാ വീര ദുർദാന്താ ദുരവഗ്രഹാഃ ഏതൈർഭഗ്നാസു ബഹവോ ഭിന്നഗാത്രാ നൃപാത്മജാഃ. ശ്ലോകം 44. യതിമേ നിഗൃഹീതാസ്യു ത്വയൈവ യദു നന്ദന വരോ ഭവാൻ അഭിമതോ ദുഹിതർമേ ശ്രിയപദേ. യത് ഇമേ നിഗൃഹീതാഃ സ്യു ത്വയേവ ത്വയാ ഏവ, അതാണ് ത്വയൈവ യത് നന്ദന വരോ വരഹ ഭവാൻ അഭിമതഃ ദുഹിതുഹു മേ ശ്രിയഃ പദേ. യാതൊരു ഹേതുവായിട്ട് യദുനന്ദന, ഹേതു ശ്രേഷ്ഠ, ഇമേ ഇവ ത്വയായേവ അങ്ങയാൽ തന്നെ നിഗൃഹീത അടക്കപ്പെട്ടവയായിട്ട്. അപ്പൊ ഇവയെ അങ്ങയ്ക്ക് സാധിക്കും ഇവയെ അടക്കി നിർത്താൻ. ത്വയായേവ അങ്ങയാൽ തന്നെ നിഗ്രഹീത അടക്കപ്പെട്ടവയായിട്ട് സുയതി ഭവിക്കുന്നുവെങ്കിൽ, അങ്ങ് ഈ കാളകളെ പിടിച്ചു കെട്ടുന്നുവെങ്കിൽ, ഷിയഹ പദേ ഹേ ലക്ഷ്മി വല്ലഭ മേ ദുഹുദുഹു എന്റെ പുത്രിക്ക് അഭിമതഃ സമ്മതിക്കപ്പെട്ട പരഹ ഭർത്താവ് ഭവാൻ അങ്ങ് തന്നെ. അപ്പൊ അങ്ങ് തന്നെ എന്റെ പുത്രിയുടെ ഭർത്താവ് എന്ന് മുമ്പ് നിശ്ചയിച്ചിട്ടാണ് ഈ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഈ കാളകളെ അങ്ങ് പിടിച്ചടക്കിയാലും അപ്പം അങ്ങ് തന്നെയാണ് എന്റെ പുത്രിക്ക് വരനായി വരുന്നത്. അത് എനിക്ക് സമ്മതമാണ്. യതിമേ നിഗൃഹീതാസ്യു ത്വയൈവ യദു നന്ദന വരോ ഭവാൻ അഭിമതോ ദുഹുധർമേ ശ്രിയപദേ. ശ്ലോകം 45. ഏവം സമയമാകർണ്യ ബദ്ധ്വാ പരികരം പ്രഭോ ആത്മാനം സപ്തദാ കൃത്വാ നഗൃണ്ണാ ലീലയൈവതാൻ. ഏവം സമയം ആകർണ്യ ബദ്ധ്വാ പരികരം പ്രഭു ആത്മാനം സപ്തധാ കൃത്വാ നഗൃണ്ണാ ലീലയാ ഏവ താൻ. അതാണ് ലീലയൈവതാൻ, ലീലയാ ഏവ താൻ. ഏവം ഇപ്രകാരം സമയം ശപഥത്തെ ആകർണ്യ കേട്ടിട്ട് പ്രഭു ഈശ്വരൻ കൃഷ്ണൻ പരിക്കരം ഉത്തരീയത്തെ ബദ്ധ്വ ബന്ധിച്ചിട്ട്, ഉത്തരീയൊക്കെ എടുത്ത് ഇടുപ്പിലൊക്കെ ഒന്ന് കെട്ടി, ആത്മാനം സ്വരൂപത്തെ സപ്തൈതാകൃത്വ തന്റെ രൂപത്തെ 7 ആക്കി മാറ്റി. 7 കാളുകളുണ്ടല്ലോ, ഒരാൾക്കായിട്ട് 7 പിടിക്കാൻ പറ്റൂല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ ലീല കൊണ്ട് തന്റെ സ്വരൂപം 7 ആക്കി മാറ്റി. ലീലയായ കളിയായിട്ട് തന്നെ താൻ അവയെ നിഗ്രഹിച്ചു. അപ്പൊ ഈ 7 കാളയുടെ അരികെ ഒരേ സമയത്ത് പോകണമെങ്കിൽ 7 രൂപം പ്രാപിക്കണം. അപ്പൊ ഭഗവാൻ 7 രൂപം പ്രാപിച്ച് ഇവയുടെ അടുത്ത് പോയി മൂക്ക് തുളച്ച് കയറിട്ട് വലിച്ച് കൊണ്ടുവന്നു. ഒട്ടും പ്രയാസമില്ലാതെ ഒരു കളി പോലെ ഭഗവാൻ ഇവയെ വലിച്ചു കെട്ടിക്കൊണ്ടുവന്നു. അപ്പോ ബഹുഭാര്യമാരെ ആനന്ദിപ്പിക്കാൻ സമർത്ഥനായിരിക്കുന്ന തനിക്ക് എത്ര ഭാര്യമാരുണ്ടായാലും അവർക്ക് തമ്മിൽ വൈരമുണ്ടാകാൻ അവകാശമില്ല എന്ന രാജകന്യയെ ബോധ്യപ്പെടുത്താനാണ് ഈ വിധം ചെയ്തുവോ എന്ന് നമുക്ക് തോന്നും. അപ്പൊ എത്ര ഭാര്യമാരുണ്ടായിരുന്നാലും എത്ര രൂപ സ്വീകരിക്കാനും ഭഗവാന് കഴിയും. ഏവം സമയമാകർണ്യ ബദ്ധ്വാ പരികരം പ്രഭു ആത്മാനം സപ്തധാ കൃത്വാ നഗൃണ്ണാ ലീലയായൈവതാൻ. ശ്ലോകം 46. ബദ്ധ്വാ താൻ താമപി ശൗര്യർ ഭഗ്നദർപ്പാൻ ഹതൗജസഃ വ്യകർഷത് ലീലയാ ബദ്ധാൻ ബാലോ ദാരുമയാനഥാ. ബദ്ധ്വാ താൻ ദാമഭി ശൗരിഹി ഭഗ്നദർപ്പാൻ ഹതൗജസഃ. ശൗരിഹി ഭഗവാൻ ഭഗ്നദർപ്പാൻ നശിച്ച അഹങ്കാരത്തോടു കൂടിയവയും ഹതൗജസ ഹനിക്കപ്പെട്ട ഓജസ്സോടു കൂടിയവയുമായ താൻ അവയെ 7 കാളകളെ ദാമഭി കയറുകൊണ്ട് ബദ്ധ്വാ ബന്ധിച്ചിട്ട് ദാരുമയാൻ മരം കൊണ്ടുണ്ടാക്കി ബദ്ധ്വാൻ ബന്ധിക്കപ്പെട്ടവയെ ബാലഹ യഥ കുട്ടി എന്ന പോലെ ലീലയ കളിയായിട്ട് വികർഷയത് വലിച്ചു. അപ്പൊ കൊച്ചുകുട്ടികള് മരം കൊണ്ടുണ്ടാക്കിയ കാളകളെ കയറിട്ട് വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ
കുട്ടികൾ കളിക്കുന്നത് പോലെ ഭഗവാൻ ഈ മതിച്ച കാളകളെ മൂക്കിൽ കയറിട്ട് വലിച്ചു കൊണ്ടുവന്നു. ഭഗവാൻ എല്ലാം ഒരു കളിയാണ്. ബദ്ധ്വാതാൻ താമഭി ശൗര്യർ ഭഗ്നദർപ്പാൻ ഹതൗജസ വ്യകർഷത് ലീലയാ ബദ്ധാൻ ബാലോദാരുമയാനിതാം. ശ്ലോകം 47. തതപ്രീതസുതാം രാജാ ദതോ കൃഷ്ണായ വിസ്മിതഃ താം പ്രത്യഗൃഹാത് ഭഗവാൻ വിധിവത് സദൃശീം പ്രഭു. തതഃ പ്രീതഃ സുതാം രാജ. തതഃ അനന്തരം പ്രീതഃ സന്തുഷ്ടനായ രാജാവ് വിസ്മിതഃ ആശ്ചര്യയുക്തനായിട്ട് കൃഷ്ണനായിക്കൊണ്ട് സുതാം പുത്രിയെ ദതൗ കൊടുത്തു. പ്രഭു സമർത്ഥനായ ഭഗവാൻ കൃഷ്ണൻ സദൃശിയും അനുരൂപയായ താം അവളെ വിധിപ്രകാരം പ്രതിഗ്രഹിച്ചു. അപ്പോ ഇത് കണ്ടപ്പോ രാജാവ് സന്തോഷിച്ചു. ആശ്ചര്യത്തോടെ പുത്രിയെ കൃഷ്ണന് നൽകി. കൃഷ്ണൻ ആത്മസദൃശയായ ആ രാജകന്യയെ വിധിപ്രകാരം സ്വീകരിക്കുകയും ചെയ്തു. തതപ്രീതസുതാം രാജ ദദൗ കൃഷ്ണായ വിസ്മിതഃ താം പ്രത്യഗൃഹാത് ഭഗവാൻ വിധിവത് സദൃശീം പ്രഭു. ശ്ലോകം 48. രാജപത്നിശ്ച ദുഹിതോ കൃഷ്ണം ലബ്ധ്വാ പ്രിയം പദീം ലേഭിരേ പരമാനന്ദം ജാതസ്സ പരമോത്സവഃ. രാജപത്ന്യഃ ച ദുഹിതുഃ കൃഷ്ണം ലബ്ധ്വാ പ്രിയം പതിം. ദുഹിതുഃ പുത്രിക്ക് പ്രിയം ഇഷ്ടനായിരിക്കുന്ന കൃഷ്ണനെ പതിം ഭർത്താവായി ലബ്ധ്വാ ലഭിച്ചിട്ട് രാജപത്ന്യഃ രാജാവിന്റെ ഭാര്യമാർ പരമാനന്ദത്തെ ലേഭിരെ പ്രാപിച്ചു. അപ്പൊ രാജാവിന്റെ ഭാര്യമാർക്കും വളരെ സന്തോഷമായി. കൃഷ്ണൻ തന്നെ തങ്ങളുടെ മകൾക്ക് ഭർത്താവായി വന്നല്ലോ. പരമോത്സവ മഹത്തായ ആഘോഷം ജാതകാച്ച ഉണ്ടാവുകയും ചെയ്തു. രാജപത്നേശ്ച ദുഹിതോ കൃഷ്ണം ലബ്ധ്വാ പ്രിയം പതിം ലേഭിരേ പരമാനന്ദം ജാതസ്ഥ പരമോത്സവ. ശ്ലോകം 49. ശംഖഭേര്യാനകദിനേതോർ ഗീതവാദ്യ ദിജാദിഷ നരാനാര്യ പ്രമുദിത സുവാസശ്രഗ് അലങ്കൃതാഃ. ശംഖഭേര്യ ആനകം എന്നീ വാദ്യങ്ങളും ഗീതവാദ്യ ദിജാശിഷ പാട്ട് വാദ്യം ബ്രാഹ്മണ ആശീർവാദം ഇവയും നേതുഹു മുഴങ്ങി. സുവാസസ ശ്രഗ് അലങ്കൃത നല്ല വസ്ത്രം മാല ഇവയാൽ അലങ്കരിക്കപ്പെട്ട നര പുരുഷന്മാരും നാര്യക സ്ത്രീകളും പ്രമുദാഹ ഏറ്റവും സന്തോഷമുള്ളവരായി ഭവിച്ചു. അപ്പൊ ശംഖ ഭേരി ആനകം മുതലായ വാദ്യങ്ങള് ഘോഷിച്ചു. ബ്രാഹ്മണർ ചെയ്യുന്ന ആശീർവാദങ്ങൾ വീണ വേണു മുതലായവയുടെ ശബ്ദം എല്ലാം രാജധാനിയിൽ മുഴങ്ങി. പുരവാസികളായ പുരുഷന്മാരും സ്ത്രീകളും ഉത്സവസൂചകമായ വസ്ത്രാലങ്കാരങ്ങൾ ധരിച്ച് സന്തോഷഭരിതരായി സഞ്ചരിച്ചു. രാജാവിന്റെ മകളുടെ വിവാഹമല്ലേ, എല്ലാവർക്കും സന്തോഷമായി. ശംഖഭേര്യാനകനേതോർ ഗീതവാദ്യ ദുജാശിഷ നരനാര്യ പ്രമുദിത സുവാസശ്രഗ് അലങ്കൃതാഃ. ശ്ലോകം 50. ദശധേനു സഹസ്രാണി പാരിബർഹം അദാദ്വിഭു യുവതീനാം ത്രിസാഹസ്രം നിഷ്കഗ്രീവ സുവാസസാം. ദശധേനു സഹസ്രാണി 10,000 ധേനുക്കളുടെയും നിഷ്കഗ്രീവ സുവാസസം കണ്ടത്തിൽ പതക്കം ധരിച്ച് നല്ല വസ്ത്രമുടുത്തുമിരിക്കുന്ന യുവതീന സ്ത്രീകളുടെ ത്രിസാഹസം 3,000 ദാസികളും, അതായത് രാജാവ് 10,000 പശുക്കൾ, ദശസഹസ്രാണി ധേനു 10,000 പശുക്കള്, നിഷ്കഗ്രീവ സുവാസസം കണ്ടത്തിൽ പതക്കം ധരിച്ച് നല്ല വസ്ത്രമുടുത്തിരിക്കുന്ന വസ്ത്ര ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട യുവതീനാം ത്രിസാഹസ്രം 3,000 സഹസ്രം 3,000 ദാസികളെയും ശീതനമായിട്ട് കൊടുത്തു. 10,000 പശുക്കളും 3,000 ദാസികളെയും ശീതനമായി കൊടുത്തു. ദശധേനു സഹസ്രാണി പാരിബർഹമദാദ്വിഭു യുവതീനാം ത്രിസാഹസ്രം നിഷ്കഗ്രീവ സുവാസസാം. ശ്ലോകം 51.
നവനാഗസഹസ്രാണി നാഗശതഗുണാൻ രഥാൻ രഥശതഗുണാൻ അശ്വാൻ ശ്വാശതഗുണാൻ അശ്വാ ശതഗുണാൻ നരാൻ. അപ്പൊ അത് മാത്രമല്ല, ഇത്രയല്ല കൊടുത്തത്. പിന്നെയോ നവനാഗ സഹസ്രാണി 9,000 ആനകള്, 10,000 പശുക്കള്, 9,000 ആനകള്. നാഗ ആനയേക്കാൾ ശതഗുണാൻ 100 ഇരട്ടി രഥാൻ തേരുകൾ. 9,000 ആനകള്, അതിന്റെ 100 ഇരട്ടി തേരുകൾ. രഥ തേരിനേക്കാൾ അശ്വാൻ കുതിരകളെയും, അതിനേക്കാൾ 100 ഇരട്ടി കുതിരകളെയും, അശ്വാൻ കുതിരകളെക്കാൾ നരാൻ ആളുകളെയും, അതിനേക്കാൾ 100 ഇരട്ടി ആളുകളെയും കൊടുത്തു. അപ്പോൾ അതായത് ആന, തേർ, കുതിര, കാലാൾ എന്നിങ്ങനെയുള്ള 4 വിധ സൈന്യങ്ങളെയും കൂടുതൽ 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 എണ്ണം, ഒന്നിനേക്കാൾ കൂടുതൽ മറ്റൊന്നായിട്ട് നൽകി. നവനാഗ സഹസ്രാണി നാഗാത് ശതഗുണാൻ രഥാൻ രഥാശതഗുണാൻ അശ്വാൻ അശ്വാൻ ശതഗുണാൻ നരാൻ. ശ്ലോകം 52. ദമ്പതിരഥമാരോപ്യ മഹത്യാസേനയാവൃതൗ സ്നേഹപ്രക്ലിന്ന ഹൃദയോ യാപയാമാസ കോസലഃ. ദമ്പതി രഥം ആരോപ്യ മഹത്യാസേനയാവൃതൗ മഹത്യാസേനയാവൃതൗ വലുതായ സൈന്യത്താൽ ചുറ്റപ്പെട്ട ദമ്പതികളെ, അതായത് ചതുരംഗപ്പടകളാണ് കൊടുത്തത്. അപ്പോൾ സൈന്യത്താൽ ചുറ്റപ്പെട്ട ദമ്പതികളെ രഥം തേരിൽ കരയേറ്റിയിട്ട്, ആരോപ്യ കരയേറ്റിയിട്ട്, സ്നേഹ പ്രക്ലിന്ന ഹൃദയ സ്നേഹത്താൽ ആർദ്രമായ മനസ്സോടുകൂടിയ കോസലഹ അയോധ്യ രാജാവ് നഗ്നജിത്ത് യാപയാമാസ യാത്ര അയച്ചു. അപ്പോ വേണ്ടുവോളം ശീതനവും കൊടുത്ത് മകളെയും മരുമകനെയും തേരിൽ കയറ്റി നഗ്നജിത്ത് അയച്ചു. ദമ്പതിരഥമാരോപ്യ മഹത്യാസേനയാവൃതോ സ്നേഹപ്രക്ലന്ന ഹൃദയോ യാപയാമാസ കോസലഃ. ശ്ലോകം 53. ശുക്തേതരുരുധുർഭൂപ നയന്തംപതി കന്യകാം ഭഗ്നവീര്യാസു ദുർമർഷ യദുഭിർഗോവൃഷൈ പുരാം. ശുത്വ ഏതത് രുരുധുഃ ഭൂപ നയന്തം പതി കന്യാം ഭഗ്നവീര്യാസു ദുർമർഷ യദുഭിഃ ഗോവൃഷൈഹി പുരാ മുമ്പ് യദുഭിഃ യദുക്കളാലും ഗോവൃഷൈഹി മതിച്ച കാളകളാലും ഭഗ്നവീര്യ നശിക്കപ്പെട്ട പരാക്രമത്തോടുകൂടിയവരും സുദുർമർഷ ഒട്ടും സഹിക്കാതെ ഇരിക്കുന്നവരുമായ, അതായത് നേരത്തെ ഈ മത്സരത്തിൽ പങ്കെടുത്തവര് ഈ കാളകളുടെ കുത്തൊക്കെ കൊണ്ട് ശരീരമൊക്കെ പൊളിഞ്ഞിരിക്കുന്നവര്, കാളകളെ അടക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ട ഭൂഭാഗ രാജാക്കന്മാർ ഏതം ഇതിനെ ശ്രുത്വ കേട്ടിട്ട് കന്യകയെ നയന്തം കൊണ്ടുപോകുന്നവനെ പതി മാർഗത്തിൽ ഉരുതു തടഞ്ഞു. അപ്പൊ അവർക്കെല്ലാം ദേഷ്യവും അസൂയയും. അപ്പൊ ഞങ്ങൾക്ക് സാധിച്ചില്ലോ എന്ന് വിചാരിച്ച് ഇവരെന്ത് ചെയ്തു? കൃഷ്ണൻ സത്യയും കൊണ്ട് പോയപ്പോൾ അവരുടെ വഴി തടഞ്ഞു, മാർഗം തടഞ്ഞു. ശ്ലോകം 54. താൻ അസ്യത ശരവ്രാതാൻ ബന്ധുപ്രിയ കൃത് അർജുന ഗാണ്ഡീവി കാലയാമാസ സിംഹക്ഷുദ്രം മൃഗാനിവ. താൻ അസ്യത ശരവ്രാതാൻ ശര സമൂഹങ്ങളെ അസ്യത വിടുന്ന താൻ അവരെ ബന്ധുപ്രിയത്തെ ചെയ്യുന്നവനും. അപ്പൊ അവര് ശരങ്ങളെയ്യാണ് കൃഷ്ണന്റെ നേരെ. അപ്പൊ ബന്ധുപ്രിയത്തെ ചെയ്യുന്നവനും ഗാണ്ഡീവത്തെ ധരിച്ചവനുമായ അർജുനൻ ക്ഷുദ്രമൃഗാൻ നീചമൃഗങ്ങളെ സിംഹം എന്ന പോലെ കാലയാമാസ ഓടിച്ചു. അപ്പൊ ബന്ധുവായ കൃഷ്ണന്റെ ഇഷ്ടത്തിനായി ദ്വാരകയിൽ ഒരുമിച്ച് വന്നിരിക്കുന്ന അർജുനൻ മാർഗമർദ്ദത്തിൽ അമ്പയക്കുന്ന ഈ രാജാക്കന്മാരെ ക്ഷുദ്രമൃഗങ്ങളെ, നിസ്സാര മൃഗങ്ങളെ എങ്ങനെ ആക്രമിക്കുമോ അതുപോലെ ഗാണ്ഡീവം എന്ന ധനുസിന്റെ ഠങ്കാര ശബ്ദത്താൽ തന്നെ അവരെല്ലാം ഓടിച്ചു. അപ്പോ അർജുനന്റെ ഗാണ്ഡീവം കണ്ടപ്പോൾ അവരെല്ലാം ഓടി.
താനസ്യ ദശരഭ്രാതാൻ ബന്ധുപ്രിയകൃതർജുന ഗാണ്ഡീവീ കാലയാമാസ സിംഹക്ഷുദ്രമൃഗാനിവാം. ശ്ലോകം 55. പാരിബർഹമുപാഗൃഹ്യ ദ്വാരകാമേത്യ സത്യയാ രേമേ യദുനാം ഋഷഭോ ഭഗവാൻ ദേവകീസുതഃ. യദൂനാം പാരിബർഹം ഉപാഗൃഹ്യ ദ്വാരകാം ഏത്യ സത്യയാ രേമേ യദൂനാം ഋഷഭഃ ഭഗവാൻ ദേവകീസുതഃ. യദൂനാം യദുക്കളുടെ ഋഷഭഃ നാഥനും ദേവകീസുതഃ ദേവകിയുടെ പുത്രനുമായ ഭഗവാൻ കൃഷ്ണൻ പാരിബർഹം ശീതനത്തെ ഉപാഗൃഹ്യ സ്വീകരിച്ചിട്ട് സത്യയോടുകൂടി ദ്വാരകയെ ഏത്യ പ്രാപിച്ചിട്ട് രമേ രമിച്ചു. അപ്പൊ ശ്രീധനവും സത്യയൊക്കെ കൊണ്ട് ഭഗവാൻ ദ്വാരകയിൽ ചെന്ന് സുഖമായി താമസിച്ചു. ശ്ലോകം 56. ശ്രുതകീർത്തേ സുതാം ഭദ്രാം ഉപയേമേ പിതൃശ്വസു കൈകേയീം ഭാതൃഭിർ ദത്താം കൃഷ്ണ സന്ദർദനാദിഭി. ഇനി 6 വിവാഹമായി. ഇനി 7ാമത്തെ വിവാഹം പറയുകയാണ്. 7ാമത്തെ വിവാഹം ഭദ്രയാണ്. ശ്രുതകീർത്തേഹേ സുധാ ഭദ്ര ഉപയേമേ പിതൃശ്വസു പിതാവിന്റെ സഹോദരിയായ ശ്രുതകീർത്തിയുടെ സുതാം പുത്രിയും കൈകേയി കേകയ രാജ്യത്തിൽ ജനിച്ചവളും സന്ദർദനാദിഭിഹി സന്ദർദനൻ മുതലായ സഹോദരന്മാരാൽ ഭാതൃഭിഹി സഹോദരന്മാരാൽ ദത്താം ദാനം ചെയ്യപ്പെട്ടവളുമായ ഭദ്രയെ കൃഷ്ണൻ ഉഭയമേ വിവാഹം കഴിച്ചു. അപ്പൊ 7ാമത്തെ വിവാഹം പിതൃസഹോദരിയായ ശ്രുതകീർത്തിയുടെ മകളായ ഭദ്ര എന്ന കന്യകയെ അവളുടെ സഹോദരന്മാരായ സന്ദർദനൻ മുതലായവരുടെ അപേക്ഷ അനുസരിച്ച് ഭഗവാൻ വിവാഹം കഴിച്ചു. അപ്പൊ അവിടെ ഒരു മത്സരവും ഇല്ല, ആരും എതിർത്തുമില്ല. സഹോദരരെ സമ്മതിച്ച് ഭദ്രയെ വിവാഹം കഴിച്ചു. അങ്ങനെ 7ാമത്തെ വിവാഹം അച്ഛന്റെ സഹോദരിയുടെ മകളെ വിവാഹം കഴിച്ചു ഭദ്ര. ശ്രുതകീർത്തേ സുതാം ഭദ്രാം ഉപയേമേ പിതൃശ്വസു കൈകേയീം ഭ്രാതൃഭിർ ദത്താം കൃഷ്ണം സന്ദർദനാദിഭി. ശ്ലോകം 57. സുതാം ച മദ്രാധിപതേർ ലക്ഷ്മണാം ലക്ഷണൈർയുതാം സ്വയംവരേ ജഹാരൈക സസുപർണ സുധാമിവ. സുതാം ച മദ്രാധിപതേഹേ ലക്ഷ്മണാം ലക്ഷണൈഹി യുതാം ലക്ഷണങ്ങളോട് യുതാം യോജിച്ചവളും മദ്രാധിപതേ മദ്രരാജാവിന്റെ സുതാം പുത്രിയുമായ ലക്ഷ്മണയെ സഹ അവൻ ഏകക ഒരുവനായിട്ട് സുവർണക ഗരുഡൻ സുതാമിവ അമൃതത്തെ എന്ന പോലെ സ്വയംവരത്തിൽ നിന്ന് ജഹാര അപഹരിച്ചു. അപ്പൊ ഗരുഡൻ സ്വർഗലോകത്ത് ചെന്ന് തന്റെ അമ്മയുടെ ദാസ്യം തീരാൻ വേണ്ടി അമൃത് അപഹരിച്ചു കൊണ്ടുവന്നതുപോലെ ഒറ്റയ്ക്ക് വന്നതുപോലെ ഭഗവാൻ എന്ത് ചെയ്തു? മധുരരാജാവിന്റെ പുത്രിയായ സർവലക്ഷണയുക്തയായ ലക്ഷ്മണയെ സ്വയംവര മണ്ഡപത്തിൽ നിന്ന് ഏകനായിട്ട് ചെന്ന് അപഹരിച്ചു. നേരത്തെയുള്ള പോലെ രാക്ഷസീയ വിവാഹമായിട്ട് അപഹരിച്ചു കൊണ്ടുവന്നു. മിത്രവിന്ദ് അതുപോലെ രുക്മിണിയൊക്കെ അപഹരിച്ചു കൊണ്ടുവന്നില്ലേ, അതുപോലെ അപഹരിച്ചു കൊണ്ടുവന്നു. സുതാം ച മദ്രാധിപതേർ ലക്ഷ്മണാം ലക്ഷണൈർയുതാം സ്വയംവരേ ജഹാരൈക സസുപർണ സുധാമിവാം. ശ്ലോകം 58. അന്യാം ചൈവ വിധം ഭാര്യ കൃഷ്ണസ്യാസൻ സഹസ്രശ ഭൗമം ഹത്വ തന്നിരോധാത് ആഹൃതശ്ചാരുദർശനാഹ. അന്യാം ച ഏവം വിധ ഭാര്യാഃ കൃഷ്ണസ്യ ആസൻ സഹസ്രശഃ ഭൗമം ഹത്വ തൻ നിരോധാത് ആഹൃത ച ചാരു ദർശനാഹ. അന്യാഹ ച ഏവം വിധ ഇപ്രകാരമുള്ള അന്യാം ച അന്യാഹ ഭാര്യ മറ്റു ഭാര്യമാരും സഹസ്രശ. അപ്പൊ ഇങ്ങനെ 8 വിവാഹമായി. ഭഗവാൻ 8 വിവാഹം. ഏതൊക്കെയാണ്? ആദ്യം ഭീഷ്മകന്റെ മകളായ രുക്മിണിയെ
പിന്നെ ജാമ്പവതി, പിന്നെ സത്യഭാമ, കാളിന്തി. അപ്പൊ കാളിന്തി ഇതിലാണ് കിടക്കുന്നത് 5 എണ്ണം. മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ. അപ്പൊ അങ്ങനെ 8 പേര് ഭഗവാൻ വിവാഹം കഴിച്ചു. ഇനി പിന്നെ കുറെ പേര് സഹസ്രശ, ആയിരക്കണക്കിന്, എന്ന് വെച്ചാൽ 16,000 പേര് കൃഷ്ണന് ഭാര്യമാരായി ഭവിച്ചു. അങ്ങനെ ഭൗമം നരകാസുരനെ ഹനിച്ചിട്ട് തന്നിരോധ, അവൻ ബന്ധനത്തിലാക്കിയിരുന്നതിൽ നിന്ന് ചാരുദർശന സുന്ദരികൾ ആഹരിക്കപ്പെട്ടു. അപ്പൊ നരകാസുരൻ അനേകം സ്ത്രീകളെ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൽ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? നരകാസുരനെ കൊന്നിട്ട് ആ സുന്ദരികളായ അവരെല്ലാം കൃഷ്ണൻ തന്നെ സ്വീകരിച്ചു. കാരണം നരകാസുരൻ അപഹരിച്ചു വെച്ചിരുന്ന സ്ത്രീകളെ പിന്നെ വേറെ ആരും സ്വീകരിക്കുകയില്ല. അപ്പൊ അവരെല്ലാം കൃഷ്ണനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ എല്ലാ പേരെയും സ്വീകരിച്ച് അവർക്കെല്ലാം പ്രത്യേകം കൊട്ടാരം നിർമ്മിച്ചു കൊടുത്തു. അങ്ങനെ 16,000 പേർ പിന്നെയും ഉണ്ട്. അങ്ങനെ 16,008 ഭാര്യമാർ ഭഗവാന്. അന്യാം ചൈവ വിധം ഭാര്യ കൃഷ്ണസ്യാസൻ സഹസ്രശഃ ഭൗമം ഹത്വാ തന്നിരോധാത് ആഹൃതാശ്ചാരു ദർശനാകാം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അഷ്ടമഹിഷി ഉദ്വാഹോ നാമ 850തമോധ്യായഃ സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.